നാട്ടിൽ ലാൻഡ് ഡെവലപ്മെന്റ് ചെയ്യാറുണ്ട്. ലാൻഡ് ഡെവലപ്മെന്റ് ചെയ്യുമ്പോൾ സാധാരണ ചുമന്ന മേൽമണ്ണ് നീക്കം ചെയ്യേണ്ടതായി വരും. ഇങ്ങനെ മണ്ണ് നീക്കം ചെയ്യുന്നതിന് മൈനർ മിനറൽ റൂൾസ് പ്രകാരം ജില്ലാ ജിയോളജിസ്റ്റ് ആൻഡ് കോമ്പീറ്റന്റ് അതോറിറ്റിയിൽ നിന്നും ക്വാറിയിങ് പെർമിറ്റ് എടുക്കേണ്ടതുണ്ട്. ഇപ്രകാരം പെർമിറ്റ് എടുത്ത് മണ്ണ് വെട്ടുന്നവർ പാലിക്കേണ്ട ചില മര്യാദകളാണ് ഇവിടെ പറയുന്നത്. നീക്കം ചെയ്യേണ്ടതായ മണ്ണിന്റെ അളവും മണ്ണ് എടുക്കേണ്ടതായ പരിധിയും ജിയോളജിസ്റ്റ് മാർക്ക് ചെയ്ത് നൽകിയിരിക്കും. അത്രയും മണ്ണ് മാത്രമേ എടുക്കാവൂ. മണ്ണ് അതായത് ഓർഡിനറി എർത്ത് അല്ലാതെ മറ്റൊന്നും അവിടെ നിന്ന് എടുക്കാൻ പാടില്ല. മറ്റെന്തെങ്കിലും അവിടെ നിന്ന് കണ്ടെത്തുകയാണെങ്കിൽ ഖനനം നിർത്തിവെക്കേണ്ടതും ജിയോളജിസ്റ്റിനെ അറിയിക്കേണ്ടതുമാണ്. മണ്ണ് ഇടിച്ചു മാറ്റുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അയൽക്കാരന്റെ വസ്തുവിന്റെ അതിരിൽ നിന്നും 25 മീറ്റർ മാറി മാത്രമേ മണ്ണ് ഇടിച്ചു മാറ്റാവൂ. ഇതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം അയൽക്കാരന് അവിടെ ഒരു വീടുണ്ടെങ്കിൽ ആ വീടിൽ നിന്നും 50 മീറ്റർ മാറി മാത്രമേ മണ്ണ് ഖനനം ചെയ്യാവൂ. ജിയോളജിസ്റ്റ് നൽകുന്ന പെർമിറ്റിലെ മൂന്നാമത്തെ കണ്ടീഷനാണ് ഇത്. ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷനും ഇതുതന്നെയാണെന്ന് പറയാം. മണ്ണെടുക്കുന്നതിന് സമീപത്ത് പാലമോ തടാകമോ കുളമോ കനാലുകളോ പൊതുമരാമത്ത് വർക്കുകളോ ഉണ്ടെങ്കിൽ അതിൽ നിന്നും 50 മീറ്റർ മാറി മാത്രമേ മണ്ണ് ഖനനം ചെയ്യാവൂ. ഇത് റെയിൽവേ ലൈൻ ആണെങ്കിൽ 75 മീറ്റർ മാറി മാത്രമേ മണ്ണ് ഖനനം ചെയ്യാൻ പാടുള്ളൂ. പറഞ്ഞ ബഫർ സോണിൽ നിന്നും മണ്ണ് നീക്കം ചെയ്യേണ്ടതായി വന്നാൽ സ്ഥലം ഉടമയിൽ നിന്നും മുൻകൂറായി സമ്മതപത്രം വാങ്ങി കോമ്പീറ്റന്റ് അതോറിറ്റിക്ക് നൽകിയിരിക്കേണ്ടതാണ്. ഇപ്രകാരം ചെയ്യുമ്പോൾ ഭാവിയിൽ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനായി വേണ്ടത്ര സേഫ്റ്റി ഉറപ്പുവരുത്തണം. ശരിയായ രീതിയിൽ കരാർ എഴുതി കാര്യങ്ങൾ നടത്തണം. ഇതിൽ ഉപേക്ഷ വിചാരിക്കുകയാണെങ്കിൽ സമ്മതപത്രം നൽകുന്ന സ്ഥലം ഉടമയെ പിന്നീട് വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. സുരക്ഷിതമായ റീറ്റെയിനിങ് വാൾ കെട്ടി അയൽ വസ്തുക്കളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള മുഴുവൻ തുകയും മുൻകൂറായി വാങ്ങിയ ശേഷമേ ഇത്തരം സമ്മതപത്രങ്ങൾ നൽകാവൂ. അല്ലെങ്കിൽ വിവേകശൂന്യമായ മണ്ണ് നീക്കം മൂലം ഭാവിയിൽ ലാൻഡ് സ്ലൈഡിംഗ് അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. അന്നേരം മണ്ണ് ഖനനം ചെയ്തയാളെ കണ്ടെത്തി നഷ്ടപരിഹാരം വാങ്ങുന്നതൊന്നും നടക്കുന്ന കാര്യമല്ല. മണ്ണ് ഖനനം ചെയ്യുന്ന സ്ഥലത്തുള്ള വർക്കേഴ്സിന്റെയും പരിസര പ്രദേശത്തുള്ള പൊതുജനങ്ങളുടെയും സേഫ്റ്റി, ഹെൽത്ത്, കൺവീനിയൻസ് ഇവ ഉറപ്പുവരുത്തേണ്ടത് മണ്ണ് വെട്ടുന്നയാളുടെ ഉത്തരവാദിത്വമാണ്. എന്തെങ്കിലും അപകടമോ അപകട സാധ്യതയോ ഉണ്ടായാൽ ഉടൻ ജില്ലാ കളക്ടറെ അറിയിക്കേണ്ടതും മുൻകരുതലുകൾ എടുക്കേണ്ടതുമാണ്. ഇതെല്ലാം മണ്ണ് ഖനനം ചെയ്യുന്നയാളുടെ പൂർണ്ണ ഉത്തരവാദിത്തമാണ്. മണ്ണ് നീക്കം ചെയ്യുന്നതിന് ഫോറം Nൽ നൽകുന്ന പെർമിറ്റിലെ 7ാമത്തെ കണ്ടീഷൻ ശ്രദ്ധേയമാണ്. മണ്ണ് ഖനനം ചെയ്യേണ്ടത് തികഞ്ഞ മര്യാദകൾ പാലിച്ചും സമീപ പ്രദേശത്തെ ജനജീവിതത്തിനോ ജനങ്ങളുടെ വസ്തുവകകൾക്കോ യാതൊരു ദോഷവും വരാതെയും കൂടിയ അളവിലുള്ള പരിസ്ഥിതി നാശം വരാതെയും പരിചയസമ്പന്നരായ വിദഗ്ധ തൊഴിലാളികളെ വെച്ച് മാത്രമേ നടത്താവൂ. ഇതാണ് കണ്ടീഷൻ 7. ഇനി കണ്ടീഷൻ 13 നോക്കാം. അത് ഇപ്രകാരമാണ്. മണ്ണ് ഖനനം മൂലം ആർക്കെങ്കിലും നാശനഷ്ടമോ അപകടസ്ഥിതിയോ കഷ്ടമോ ഉണ്ടാകുന്നത് മൂലം നിയമാനുസരണം നൽകേണ്ടതായ എല്ലാ കോമ്പൻസേഷനുകളും കോസ്റ്റുകളും മണ്ണ് ഖനനം ചെയ്യുന്നയാൾ വഹിക്കേണ്ടതാണ്. ഇത് സംബന്ധിച്ച് സർക്കാരിനെതിരായി വരുന്ന എല്ലാ ക്ലെയിമുകളും പെർമിറ്റ് ഹോൾഡറിൽ നിന്നും ഈടാക്കുന്നതായിരിക്കും. ഖനനം ചെയ്തെടുക്കുന്ന മണ്ണ് ട്രാൻസിറ്റ് പാസ് ഉപയോഗിച്ച് മാത്രമേ നീക്കം ചെയ്യാവൂ. നീക്കം ചെയ്യുന്ന മണ്ണിന്റെ അളവ് കണക്കാക്കി ഫീസും റോയൽറ്റിയും സർഫസ് റെന്റും അടച്ചിരിക്കണം. ഓരോ ഘനമീറ്റർ മണ്ണിനും 40 രൂപ വീതം സർക്കാർ ഖജനാവിലേക്ക് റോയൽറ്റി അടയ്ക്കേണ്ടതാണ്. പെർമിറ്റിന്റെ എക്സ്പയറി ഡേറ്റ് പെർമിറ്റിൽ വ്യക്തമായി പറഞ്ഞിരിക്കും. ഈ എക്സ്പയറി ഡേറ്റിന് ശേഷം യാതൊരു കാരണവശാലും മണ്ണ് ഖനനം പാടില്ല. പെർമിറ്റിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ ശിക്ഷാർഹമാണ്. ശിക്ഷ 2 വർഷം വരെ ആകാവുന്ന തടവും 5 ലക്ഷം വരെ ആകാവുന്ന പിഴയുമാണ്. കുറ്റം ആവർത്തിക്കുന്നതായാൽ ആവർത്തിക്കുന്ന ഓരോ ദിവസത്തേക്കും 50,000 രൂപ വീതം അധിക പിഴ അടയ്ക്കേണ്ടി വരും. മൈനർ മിനറൽ റൂൾസിലെ വ്യവസ്ഥകൾക്കെതിരായും പെർമിറ്റിലെ വ്യവസ്ഥകൾക്കെതിരായും നടത്തുന്ന പ്രവൃത്തികൾ തടയുന്നതിനുള്ള പ്രിവെന്റീവ് ആക്ഷൻ എടുക്കാൻ റവന്യൂ അധികാരികൾക്കും പോലീസ് അധികാരികൾക്കും ജിയോളജിസ്റ്റിനും അധികാരം ഉണ്ടായിരിക്കുന്നതാണ്.
നിയമലംഘനം നടന്ന സ്ഥലത്തു നിന്നും വാഹനങ്ങളും മറ്റും പിടിച്ചെടുക്കുന്നതിനും പെർമിറ്റ് റദ്ദു ചെയ്യുന്നതിനും അധികാരമുണ്ട്. ശിക്ഷ കോമ്പൗണ്ട് ചെയ്യുന്നതിനും ആവശ്യമെങ്കിൽ കോടതി വഴി കൊഗ്നൈസൻസ് എടുക്കാനുള്ള കംപ്ലൈന്റ് നടപടി സ്വീകരിക്കുന്നതിനും ജിയോളജിസ്റ്റ് ആൻഡ് ഓതറൈസ്ഡ് ഓഫീസർക്കാണ് അധികാരം. മണ്ണെടുപ്പ് സംബന്ധിച്ച നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുന്നതിനായി എല്ലാ ജില്ലാ കളക്ടറേറ്റുകളിലും 24 മണിക്കൂർ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ അയൽവസ്തുവിൽ നിന്നും മണ്ണ് ഖനനം ചെയ്യുമ്പോൾ നമ്മുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ ക്ലിയറായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ അവകാശങ്ങളിന്മേൽ നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ലീഗൽ പ്രിസം എന്ന ഈ ചാനലിൽ ഇതിനു മുൻപ് ചേർത്തിട്ടുള്ള 5 ലോസ് എന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ ആവർത്തിക്കുന്നില്ല. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം. കാർഡ് മുകളിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിയമം ആരെയും വേദനിപ്പിക്കുന്നില്ല. നിയമം എപ്പോഴും റെമഡിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. റെമഡി വേണമെങ്കിൽ നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ വേണം. നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾ ഈ ചാനലിൽ ചേർത്തിട്ടുണ്ട്. അതുകൂടി കാണുവാൻ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലുള്ള മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.